ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ലോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നു കേട്ടോ. എൻ്റെ കുറച്ച് വ്യൂവേഴ്സ് എങ്കിലും എൻ്റെ വീഡിയോ ഇന്നലെ ഉണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. ഇന്നലെ എനിക്ക് ചെറിയൊരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ വലിയ പനിയായിട്ടല്ല, എന്നാലും ചെറിയൊരു ജലദോഷവും ആകെ ഒരു കോൾഡും അങ്ങനെയൊക്കെ ഒരു വയ്യായികയായിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ ഇന്നലെ വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? നമ്മളെല്ലാവരും വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടുമാണ് പൂരി മസാല അല്ലേ. അപ്പോൾ എനിക്ക് പൂരി മസാലയാണ് ഇന്നത്തെ വീഡിയോ അല്ല കേട്ടോ. പൂരി മസാലയൊക്കെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്നതല്ലേ. അപ്പം ഞാൻ അത് എടുത്ത് കാണിക്കുന്നതിന് അർത്ഥമില്ലല്ലോ. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന പൂരി മസാലയുടെ മസാലയിലാണ് ഇന്നത്തെ നമ്മുടെ ട്വിസ്റ്റ് ഇരിക്കുന്നത്. അതായത് ഒരു അടിപൊളി ടേസ്റ്റ് നമ്മുടെ പൂരി മസാലയ്ക്ക് കൊടുക്കുന്ന 2 സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. എനിക്ക് സത്യം സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ, എനിക്കൊരു 2 മാസം മുമ്പാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിന് മുമ്പ് ഞാൻ സാധാ പോലെ തന്നെയാണ് പൂരി മസാല ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ തന്നെ പൂരി മസാലയുടെ എക്സ്ട്രാ ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റാണ് പൂരി മസാലയ്ക്ക്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ പൂരി മസാല വാങ്ങിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ മസാലയ്ക്ക്, അങ്ങനത്തെ ഒരു ടേസ്റ്റ്. അതിൻ്റെ ഹോട്ടൽ ടച്ചാണ് നമുക്ക് ഈ 2 സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്കിന്ന് അധികം വൈകാതെ ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു സന്ധ്യാസ് വ്ലോഗ്സിൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക്. പോയാലോ നമുക്ക്? വരും. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നേരം വെളുത്ത് രാവിലെ ചായയൊക്കെ കുടിച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ ഭയങ്കര മഴ. നല്ല രസമല്ലേ ഇങ്ങനെ മഴ രാവിലെ നമ്മൾ ഡോർ തുറക്കുമ്പോൾ ഇങ്ങനെ ഇത്രയും മഴ പെയ്യുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ കൂട്ടുകാർക്കൊക്കെ എങ്ങനെയാണ് ഇഷ്ടമാണ് ഇങ്ങനെ മഴ പെയ്യുന്നത് കാണാൻ. രാവിലെയും മഴ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് പൂരി മസാലയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലേക്കാണ്. അപ്പോൾ ഇത്രയും മഴ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വ്യൂവേഴ്സിലേക്ക് മഴയൊന്ന് 2 മിനിറ്റ് ഒന്ന് എത്തിച്ചാൽ നമുക്ക് സൗണ്ട് ഒന്ന് കേട്ടാലോ. ഈ മഴ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിദേശത്തും ഇന്ത്യയിലെ പുറത്തൊക്കെ താമസിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയാണ് കേൾപ്പിച്ചത് കേട്ടോ. അപ്പോൾ നമ്മളിത് അടുക്കളയ്ക്കകത്തേക്ക് വന്നു. നമ്മൾ പൂരി മസാല ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്കിതിനകത്ത് ആവശ്യം ഞാനൊരു 5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. മീഡിയം വലിപ്പത്തിലുള്ള 5 ഉരുളക്കിഴങ്ങ്, അതൊരു 4 സവാള, 3 പച്ചമുളക്, 1 തുണ്ട വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം. ഇത് നമ്മളെപ്പോഴും പൂരി മസാല ഉണ്ടാക്കുമ്പോൾ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതൊന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അത് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിലെ പുഴുങ്ങാൻ വെച്ചേക്കുന്നത് 5 ഉരുളക്കിഴങ്ങ്. അതിനാവശ്യത്തിന് തുല്യമായ വെള്ളം ഒഴിച്ചു, കഴുകി എടുത്തുകൊണ്ട് ഉരുളക്കിഴങ്ങ്, എന്നിട്ടാണ് ഞാൻ പുഴുങ്ങാൻ വെച്ചേക്കുന്നത്. നമ്മൾ നേരെ കുക്കറിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഗ്യാസിലേക്ക് വെക്കുന്നു. ഒരു 2 വിസിൽ കേൾക്കുമ്പോൾ തന്നെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവാൻ വെക്കുന്ന ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കാം. ഇതിൽ വേണമെങ്കിൽ ക്യാരറ്റും ഗ്രീൻ പീസും ആഡ് ചെയ്യാം. ഞാൻ പിന്നെ ആഡ് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 4 സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇഞ്ചിയൊക്കെ നല്ല ചെറുതായിട്ട് അരിയണം കേട്ടോ. കുക്കറിലെ അടുപ്പത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചേക്കുവാണ്. അപ്പോൾ 2 വിസിൽ അടിച്ച് കഴിഞ്ഞു. ഞാനപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി അതിൻ്റെ ആ ആവിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോട്ടെ. അപ്പോൾ ആ സമയം നമുക്ക് നമ്മുടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കാം. പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ കാര്യങ്ങളാണ്. സവാള അത്രേ ഉള്ളൂ. നമുക്ക് അരിയുമ്പോൾ കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അരിഞ്ഞ് വെച്ചു. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. ഇതിനകത്തേക്ക് നമ്മൾ ഉഴുന്നുപരിപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉഴുന്നുപരിപ്പ് ഇതെല്ലാവരും ആഡ് ചെയ്യുന്നത് തന്നെയാണ്. ഇതൊന്നും അല്ലാണ്ട് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉഴുന്നുപരിപ്പ് കുറച്ച് അധികം ഇടണം കേട്ടോ. പ്രത്യേകിച്ച് ഈ പൂരി മസാലയ്ക്ക് ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്ന ഒന്നാണ് ഉഴുന്നുപരിപ്പ്. ഉഴുന്നുപരിപ്പ് ആഡ് ചെയ്ത് പിന്നെ അരിഞ്ഞ് വെച്ചേക്കണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമ്മുടെ സവാള അത്രയുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ഒരു ഉഴുന്ന് കൂടി മൂത്ത് ഒന്ന് ഇളം കളറൊന്ന് മാറിക്കഴിയുമ്പോൾ ഇതും കൂടി ആഡ് ചെയ്യുന്നു. ഇതെല്ലാം ഞാൻ ഇന്ന് സ്പീഡിൽ പറഞ്ഞു പോകുന്നതെല്ലാം എൻ്റെ കൂട്ടുകാരെല്ലാവരും ഉണ്ടാക്കുന്നതെന്ന് അറിയാം. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം വരുമ്പോൾ ഇത്രയും കാര്യമായിട്ട് സംസാരിച്ചിട്ടാണ് ഇത് വേഗം പറഞ്ഞു പോകുന്നത് കേട്ടോ. ഈ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റില്ല. അതിന് വേണ്ടി ഞാനിതൊരു ഉപ്പ് ഇടുകയാണ് കേട്ടോ. കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ അറിയാമല്ലോ കുറച്ച് പെട്ടെന്ന് ഒന്ന് വഴണ്ടി കിട്ടും. അപ്പോൾ അതുപോലെ ഉപ്പ് ആഡ് ചെയ്തു. ഞാനിവിടെ ഉണ്ടല്ലോ ഉപ്പ് ഇങ്ങനെ ഭരണിയിലിട്ട് വെച്ചേക്കുന്നത്. എൻ്റെ കൂട്ടുകാരൊക്കെ എങ്ങനെയാണ് അതുപോലെയല്ലേ ചെയ്യുന്നത് അല്ലേ. ഭരണിയിലാണല്ലോ ഉപ്പ് പുളി ഒക്കെ ഇട്ട് വെക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ കേട്ടേക്കുന്നത്. അപ്പോൾ ഉപ്പൊക്കെ ഭരണിയിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തു. എന്നിട്ട് സവാള നന്നായിട്ട് വഴറ്റിയോടെ വെളിച്ചെണ്ണ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിന് ഒരു സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഇത് ബ്രൗൺ ആവരുത് കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അത് വഴണ്ട് വരുന്ന ആ സമയത്ത് നമുക്കിത് ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കർ തുറന്നു നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ആവി ഇങ്ങനെ പറക്കുവാണ്. അപ്പോൾ അത്രയും ചൂടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ വെള്ളം ഊറ്റി കളഞ്ഞു. എന്നിട്ട് കുറച്ച് പച്ചവെള്ളം പൈപ്പ് പുറത്തിട്ട് ഒഴിച്ചു. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായി വെന്തു. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് റെഡി.
ഓക്കെ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നമുക്കൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ സ്പൂൺ കൊണ്ട്, ഇപ്പോൾ ചൂടുണ്ട് ഉരുളക്കിഴങ്ങിന്, അപ്പോൾ ഒന്ന് സ്പൂൺ വെച്ച് ഉടച്ചെടുക്കാൻ എല്ലാവർക്കും അറിയാവുന്ന ഉടച്ചെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ആകെ കൂടി ആഡ് ചെയ്യുന്നൊരു പൊടി എന്ന് പറഞ്ഞാൽ ഒരു നുള്ള മഞ്ഞപ്പൊടി. ഞാൻ മഞ്ഞപ്പൊടി വളരെ കുറച്ചാണ് കേട്ടോ മസാലയ്ക്ക് ഇടുന്നത്. കാരണം എനിക്ക് ഭയങ്കര ഒരു മഞ്ഞ ഈ പൊടി ഇഷ്ടമാണ്. എനിക്കൊരു വെളുപ്പും മഞ്ഞയും കൂടി ചേർന്നൊരു ഇളം മഞ്ഞ, അതാണ് എപ്പോഴും പൂരി മസാലയ്ക്ക് കറക്റ്റ് കളർ. അപ്പോൾ അതേ ഒരു നുള്ള മഞ്ഞപ്പൊടിയാണ് ആഡ് ചെയ്തേക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഇടുമ്പോഴത്തേനും കറക്റ്റ് ആവും. അപ്പോൾ മഞ്ഞപ്പൊടി ഇട്ടു, ഒരു 2 മിനിറ്റ് വഴറ്റുക. കാരണം മഞ്ഞപ്പൊടിക്ക് നല്ല പച്ചമണമുള്ളൊരു കാര്യമാണ്. അപ്പോൾ പച്ചമണം മുഴുവനും മാറണം മഞ്ഞപ്പൊടിയുടെ. 2 മിനിറ്റ് നന്നായിട്ട് ചെറുതീരിട്ട് നന്നായിട്ട് വഴറ്റുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് പൊടിച്ച് അതിലേക്ക് ആഡ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് പൊടിക്കേണ്ട എളുപ്പം പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും, അറിയാമല്ലോ. ഇത് നന്നായിട്ട് ഉടച്ച് വെച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ ആവരുത് കേട്ടോ. ചെറിയ ചെറിയ പീസൊക്കെ വേണം കേട്ടോ, അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ഇതിനകത്തേക്ക് നമ്മുടെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മഞ്ഞപ്പൊടിയുടെയും ആ ഒരു പച്ചമണം പൊടിയുടെ മാറിക്കഴിയുമ്പോൾ 2 ഗ്ലാസ് തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. തിളച്ച വെള്ളം, തിളച്ചുകൊണ്ടിരിക്കുന്ന അപ്പോഴത്തേയും വെള്ളം തിളപ്പിക്കലുണ്ടായിരുന്നു. അപ്പോൾ 2 ഗ്ലാസ് തിളച്ച വെള്ളം കൂടി നമ്മുടെ ഈ ഒരു ഉള്ളി വഴറ്റിയ മിശ്രിതത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ ഓൾറെഡി ഗ്യാസ് കത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മാഷ് ചെയ്ത് വെച്ചേക്കണം, അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യമുള്ളത്. നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്ന 2 സീക്രട്ട് ഇൻഗ്രീഡിയൻസ്, ഒന്ന് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയാണ്. 1/4 ടീസ്പൂൺ, അതിനും കൂടരുത് കേട്ടോ. 1/4 ടീസ്പൂൺ പഞ്ചസാര. അതേപോലെ തന്നെ അത് ക്വാണ്ടിറ്റി അനുസരിച്ച് തരും. ഞാനിപ്പോൾ ഒരു 5 ഉരുളക്കിഴങ്ങ്, 4 സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് സാമാന്യം എരിവുള്ള പച്ചമുളകാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കണക്കിലാണ് ഒരു 1/4 ടീസ്പൂൺ. 1/4 ടീസ്പൂൺ വേണമെന്നില്ല, അതിനും കുറച്ചാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിനും കുറവായാലും മതി എന്നേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ 1/4 ടീസ്പൂൺ പഞ്ചസാര, ടീസ്പൂണാണ് 1/4 ടീസ്പൂൺ പഞ്ചസാര നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഇപ്പോൾ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കളറല്ല, ഇളം മഞ്ഞയാണ്. പക്ഷേ ഇതിപ്പോൾ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ തോന്നുന്നതാണ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് ഇത്തിരി മല്ലിയില. അപ്പോൾ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറഞ്ഞു, 1/4 ടീസ്പൂൺ പഞ്ചസാര ആയിരുന്നു. അപ്പോൾ ഒരു 2 ചെറിയൊരു ഒത്തിരി മല്ലിയില ആഡ് ചെയ്യുക. മല്ലിയിലേക്ക് കുറച്ച് ആഡ് ചെയ്താൽ മതി. അപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് കൂടെ എടുത്തറിയും. അതായത് നോർത്ത് ഇന്ത്യൻ ഐറ്റം ആയതുകൊണ്ട് തന്നെ കുറച്ച് മല്ലിയില ആഡ് ചെയ്യുന്നു. രണ്ടാമത്തതും പ്രധാനപ്പെട്ടതുമായ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ വീടുകളിലുള്ള കടലമാവ്. ഇത് കടലപ്പൊടിയാണ്. ഞാനിത് ഇങ്ങനെ കുപ്പിയിൽ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നു. കടലമാവ് പുറത്ത് വെച്ചാലേ കുറേ നാൾ പെട്ടെന്ന് കേടായിപ്പോവും, ഇരിക്കത്തില്ല കുറച്ചധികം നാൾ. അപ്പോൾ ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേക്കണം. കടലമാവാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. അത് 1 ടേബിൾ സ്പൂൺ കടലമാവ് ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തു. വെള്ളം ഒഴിച്ചു. 1/2 ഗ്ലാസ് വെള്ളത്തിലേക്കാണ് 1 ടേബിൾ സ്പൂൺ കടലമാവ് കലക്കിയേക്കുന്നത്. ഏകദേശം ഒരു ചൂട് ചായ പതഞ്ഞ് വന്ന പോലെ ഇരിക്കുന്നുണ്ട് അല്ലേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ഒഴിക്കുക. ഈ കടലമാവ് ഒഴിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കടലമാവ് ഒഴിക്കാണ്ട് ഉണ്ടാക്കുന്ന പൂരി മസാലയുടെ കറിയും കടലമാവ് ഒഴിച്ചിട്ടുള്ളൊരു കറിയും കൊണ്ട് കഴിച്ച് നോക്കണം കേട്ടോ. ഭയങ്കര അപാര ടേസ്റ്റാണ് ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ. ശരിക്കും ഒരു ഹോട്ടൽ ടച്ച് അങ്ങോട്ട് വന്ന പോലെ വിശ്വസിക്കില്ല നമ്മൾ. ഭയങ്കര ടേസ്റ്റാണ്. ആ ഒരു കടലമാവ് കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ഒന്ന് കഴിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൂടി ആഡ് ചെയ്ത് തിളച്ചു. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നു. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതേപോലെ തന്നെ കുറച്ച് മല്ലിയില, നമ്മൾ ആദ്യം ഒരു 2 ഇല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കുറച്ച് മല്ലിയില നേരത്തെ ഇട്ടുള്ളായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഒരിത്തിരി മല്ലിയില നമുക്ക് ആഡ് ചെയ്യാം. കണ്ടോ ഈ കൺസിസ്റ്റൻസി കണ്ടോ കറിയുടെ. ഈ കടലമാവ് ഒഴിക്കുമ്പോഴത്തേനും ഒന്ന് കുറുകും കറി. അപ്പോൾ അതനുസരിച്ചിട്ട് ഒന്ന് ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ സവാള നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ് വെള്ളം 2 ഗ്ലാസ് ആഡ് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് ഒന്ന് വഴണ്ടി വരുമ്പോൾ തന്നെ നമുക്ക് കടലമാവ് ഒഴിക്കാം. അപ്പോൾ അതിനും കൺസിസ്റ്റൻസി കറക്റ്റ് ആകും, കാരണം ഒന്ന് കുറുകും. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്യണം കേട്ടോ. 2 ഗ്ലാസ് വെള്ളം 2 ഗ്ലാസ് തന്നെ ആഡ് ചെയ്യണേ ആദ്യം. അതിനുശേഷം 1/2 ഗ്ലാസ് വെള്ളത്തിൽ നമ്മുടെ 1 ടേബിൾ സ്പൂൺ കടലമാവ് കലക്കിയും കൂടി ഒഴിക്കുമ്പോൾ കൺസിസ്റ്റൻസി കറക്റ്റ് ആവും കേട്ടോ. ലൂസും അല്ല കട്ടിയുമല്ല, അങ്ങനെ നല്ല കുറുകി അല്ല, അടിപൊളിയാണ്. ഈ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക്. അതിനുശേഷം എന്താ അപ്പോൾ കൺസിസ്റ്റൻസിക്ക് കറക്റ്റായി നമ്മളത് ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഒരു ചെറിയ തണ്ട് കറിവേപ്പില വേണമെങ്കിൽ ഈ സമയം ആഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി കറിവേപ്പില വഴറ്റിയ സമയത്ത് ആഡ് ചെയ്തേക്കുന്നതാണ് ആഡ് ചെയ്യാത്തത്. ഒരു നുള്ളി മല്ലിയില മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഗാർണിഷിങ്ങായിട്ട് 1 നുള്ളി മല്ലിയിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മളത് ഈ പാത്രത്തിലേക്ക് മാറ്റി. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ മസാല കറി റെഡി ആയി കഴിഞ്ഞു. ഇതിനകത്ത് നമ്മൾ ഗരം മസാലയും ഒന്നും ആഡ് ചെയ്യേണ്ട. കാരണം വെച്ചാൽ അതൊന്നും നമ്മൾ പൂരി മസാലയുടെ കറികൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ കൊണ്ട് ആരും ഗരം മസാല ഇടാതിരിക്കണം എപ്പോഴും നല്ലത്. കാരണം രാവിലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും നമുക്ക് നമ്മുടെ ഡൈജഷനൊക്കെ സഹായിക്കുന്ന തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ്. ഭയങ്കര ഗരം മസാലയും ഭയങ്കര എരിവും ഒക്കെ ഉള്ളത് ആരും കഴിക്കാൻ രാവിലെ ആഗ്രഹിക്കില്ല. അപ്പോൾ നമ്മൾ ഗരം മസാല ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. അതിൻ്റെ ഒരു ആവശ്യം ഇതിനകത്ത് വരുന്നുമില്ല. കാരണം ഇത് ഉഴുന്നുപരിപ്പും മല്ലിയിലയും പിന്നെ നമ്മൾ ആഡ് ചെയ്തേക്കുന്ന 2 സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റിലും നമ്മുടെ കടലമാവ്, ഇതെല്ലാം ഈ കറിക്ക് ഭയങ്കര എക്സ്ട്രാ ടേസ്റ്റാണ് കൊടുക്കുന്നത്.
പഞ്ചസാര നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാട്ടും ടേസ്റ്റ് കൂടുതലാണ് നമ്മളിതൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഈ കറിക്ക് കിട്ടുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഗരം മസാലയുടെ ആവശ്യം ഇതിനകത്ത് ഇല്ല. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് രണ്ടും നമ്മുടെ വീടുകളിൽ തന്നെ ഉള്ളതാണ്. അല്ലെങ്കിൽ വേറെ പുറത്തുനിന്ന് പോയി വാങ്ങിച്ച് കൊണ്ടുവരേണ്ട കാര്യങ്ങളൊന്നും അല്ലാതാണ്. പക്ഷേ ടേസ്റ്റ് ആണെങ്കിൽ അപാര ടേസ്റ്റാണ് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു ഫ്രണ്ട്സ്? ഇഷ്ടപ്പെട്ടോ? ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇങ്ങനെയേ ബൂരി മസാല ഉണ്ടാക്കുള്ളൂ, അത് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നും എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒന്ന് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ബൈ ബൈ ഫ്രണ്ട്സ്, സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്, ബൈ.